ഇതേപോലത്തെ മിനി ഫ്രെയിം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് ഫസ്റ്റ് വേണ്ടത് ഒരു കാർഡ്ബോർഡാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് അളവിലുള്ള കാർഡ്ബോർഡ് തന്നെ കിട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാർഡ്ബോർഡ് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിന് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. എന്നിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ 4 സൈഡും മാർജിൻ വരച്ചെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ നടുവത്തെ സ്പേസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് വരച്ചെടുക്കുന്നത്. ഒരു ഹാർട്ട് വരച്ചിട്ട് അതിൽ ഗമ്മ് അപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് അതിലേക്ക് ഗ്ലിറ്റർ സ്പ്രിങ്കിൾ ചെയ്യാണ്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഗമ്മൊക്കെ അപ്ലൈ ചെയ്തു, കറക്റ്റ് ഹാർട്ടൊക്കെ വരച്ചു. നമ്മുടെ ഗ്ലിറ്ററൊക്കെ മൊത്തത്തിൽ അതിമ അപ്ലൈ ചെയ്തു. പക്ഷെ എടുത്തപ്പോൾ എന്താ മൊത്തമായില്ല, അവിടെ ഇവിടെയൊക്കെ ഗ്ലിറ്റർ പിടിക്കാതെ വന്നു. അപ്പോൾ ഞാൻ വീണ്ടും അതിൽ ഗമ്മൊക്കെ അപ്ലൈ ചെയ്ത് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയപ്പോൾ ഹാർട്ടിന് കുറച്ച് വളവും ചെരുവൊക്കെ വന്നു, പക്ഷെ അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഫ്രെയിമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രെയിമിനായിട്ട് യൂസ് ചെയ്യുന്നത് പേപ്പർ സ്ട്രോ ആണ്. ഇനിയിപ്പോൾ പേപ്പർ സ്ട്രോ ഇല്ലെങ്കിലും നമുക്ക് കാർഡ്ബോർഡ് ഇങ്ങനത്തെ ഷേപ്പിൽ വെട്ടിയിട്ട് ഇങ്ങനെ 4 ഭാഗം ഒട്ടിച്ചെടുത്താലും മതി. ഇപ്പോൾ പേപ്പർ സ്ട്രോ കൊണ്ട് ഒരു വെറൈറ്റിയാണ്, കളറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഇവിടെ കഴിഞ്ഞു. ഇനി ഞാനിവിടെ വെറുതെ ഒന്ന് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ച് എഴുതിയതാണ്. പക്ഷെ ഞാൻ എഴുതാൻ ഉപയോഗിച്ച പെന്ന ബ്രഷ് പെന്നായിരുന്നു. എൻ്റെ അടുത്ത് വേറെ ടൈപ്പ് കളർ ഉണ്ടായിരുന്നില്ല, പക്ഷെ കുഴപ്പമില്ലാതെ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മിനി ഫ്രെയിം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.